ഈ ഒരു ബൈക്ക് ആക്സിഡന്റിനെ പറ്റി ഞാൻ പിറ്റേ ദിവസം തന്നെ അന്വേഷിച്ചപ്പം അതൊരു സത്യമാണ്. അത് ആ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച ആള് ഒരു കുഞ്ഞിനെയും കൊണ്ട് രാവിലെ പോവുമായിരുന്നു. അപ്പം അവിടെ പുളിമൂട് ജംഗ്ഷനിൽ വെച്ച് ബൈക്ക് അപകടം വന്നു. കുഞ്ഞു തെറിച്ച് ഓടയിലും വീണു. ഇദ്ദേഹത്തെ അവിടെ പിന്നെ ഇദ്ദേഹം കുറച്ച് മദ്യപാനമൊക്കെ നടത്തുന്ന ആളായിരുന്നുകൊണ്ട് ആശുപത്രി ചെന്നിട്ട് മരുന്നൊന്നും ഏറ്റില്ല, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അച്ഛൻ എനിക്കറിയാവുന്ന ആളാണ്. കാരണം ഞാൻ പെൻഷൻ മേടിക്കാനൊക്കെ വന്ന് എന്നെ പരിചയമുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ്. ഡ്രൈവറായിരുന്നു അച്ഛൻ. അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയും, മകനെ അത്രയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ മകനാണ് ചെറുപ്പത്തിൽ അങ്ങനെ മരിച്ചു പോയത്. പിന്നെ ആ മകന്റെ ഭാര്യ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നഴ്സറി സ്കൂളിൽ ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്ത് തന്നെ. അപ്പൊ പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അന്നൊരു അപ്പൂപ്പനായി കുട്ടിയെ രക്ഷിച്ച്, ഓടെ പോയ കുട്ടിയെ. പിന്നെ ആ അപ്പൂപ്പൻ അന്വേഷിച്ചു വന്നു ആ കുട്ടി എവിടെ എത്രയായി എന്നൊക്കെ പറഞ്ഞ്. അത് ഈ അടുത്ത കാലത്ത് ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ആക്സിഡന്റിനെ പറ്റി എനിക്കറിവില്ലായിരുന്നു. ആ സ്വപ്നത്തിലോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല, അന്നേരം പറഞ്ഞത് വെച്ചിട്ടാണ് ഇത് ഈ സംഭവം കൂടെ കോർത്തിണക്കിയപ്പോ കറക്റ്റാണ്. ഈ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞ അതൊരു വലിയ തെളിവായിരുന്നു ആ ബൈക്ക് ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തെ കണ്ടത് അന്നേരം എനിക്കത് ഭയങ്കര ഒരു നല്ല ഒരു അനുഭവമായി ആയിരുന്നു. പിന്നെ മാഡം, ഈ മാഡത്തിന് ഈ നാഡി ജ്യോതിഷത്തിൽ പോയപ്പോ എന്തോ ഒരു അത് നാഡി ജ്യോതിഷത്തിൽ ഞാൻ 2007 പോയെ. അപ്പോഴ് അവര് ഈ അന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഇതുപോലെ ഓഡിയോ ക്ലിപ്പ് ഒന്നുമില്ല. അന്ന് ഈ ടേപ്പിൽ റെക്കോർഡ് ചെയ്ത് തരുക. ആ കാലത്താണ് ഞാൻ പോയെ. അപ്പൊ അവിടെ ചെന്ന് ഓലയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം പുനർജന്മം അല്ല മറ്റേ പൂർവ്വജന്മം എടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞു ഞാൻ ഏതോ ഒരു ജന്മത്ത് നർത്തകിയായിരുന്നു, വലിയ പ്രശസ്തയായിരുന്നു, അങ്ങനെ ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെയുള്ള മിടുക്കിയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഒരുപാട് ചൂഷണം ചെയ്തു ഒരുപാട് പേരെ. അത് വെച്ചിട്ട് മാത്രമല്ല അഹങ്കാരം ഉണ്ടായി. അങ്ങനെ ഒരുപാട് മോശമായ കാര്യങ്ങളൊക്കെ അത് ഉപയോഗിച്ച് ഞാൻ ചെയ്തിരുന്നു. അത് കാരണം ഈ ജന്മം അത് ബ്ലോക്കായി പോയി. ഈ ജന്മം നിങ്ങൾക്ക് ഒന്നുമില്ല അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പാടാനും കഴിവില്ല, ഡാൻസിനും ഒന്നും പറ്റത്തില്ല, അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ ശരിയാണ്, ഞാൻ കൊച്ചിലെ ഡാൻസ് കളിക്കണം എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. അത് മാത്രമല്ല എൻ്റെ കൂട്ടുകാരൊക്കെ ഡാൻസ് പഠിക്കാൻ പോയിട്ട് സങ്കടപ്പെട്ടിട്ട് എനിക്കത് പഠിക്കാനോ അങ്ങോട്ട് വിടാനോ ഒന്നും സാധിച്ചില്ല. മാത്രമല്ല എനിക്ക് പാടാനും ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും അങ്ങനെയൊന്നും ഒരു റിസൾട്ടും ഉണ്ടായില്ല. പിന്നീട് ഞാൻ ഈ പ്രാണി ഹീലിംഗ് എല്ലാം പഠിച്ച്, അത് അന്നും പഠിക്കുന്നുണ്ട് പ്രാണി ഹീലിംഗ്. അപ്പൊ ഇങ്ങനെ ഹീല് ചെയ്യാവുന്നു, മുജ്ജന്മങ്ങൾ, നമ്മുടെ സൂക്ഷ്മ ബോഡിയും ചക്രാസ് എന്ത് വേണം ഹീൽ ചെയ്യാം എന്നൊക്കെ പഠിച്ചു. അങ്ങനെ ഞാന് പിന്നെ മോന്റെ അടുത്ത് പോയായിരുന്നു, US പോയായിരുന്നു 2017. അപ്പൊ അന്ന് ഞാൻ അവിടെ 6 മാസം അവന്റെ കൂടെ നിന്നു. കാരണം എൻ്റെ മകന്റെ 2ാമത്തെ കുട്ടിയുടെ ജനനം സംബന്ധിച്ച ഞാൻ നിന്നത്. അന്നേരം എനിക്ക് ഒരുപാട് സമയം കിട്ടി. അപ്പൊ അവനും ഇതുപോലെ സ്പിരിച്വാലിറ്റിയും ഹീലിങ്ങും എല്ലാം എന്നെ പോലെ തന്നെ ഞാൻ കൊച്ചിലെ തൊട്ട് അവരെ അതിലൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഗവേഷണാർത്ഥം ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം ഈ ഹീലിങ്ങും അതും ഇതും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെ ഇതൊന്ന് ഹീൽ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. കാരണം ടൈം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അങ്ങനെ ഞാൻ ഇത് ഹീൽ ചെയ്യാൻ ആരംഭിച്ചു. പലതരം ബ്ലോക്കുകൾ ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ ഞാൻ അതങ്ങോട്ട് ഹീൽ ചെയ്യാൻ ആരംഭിച്ചു. അപ്പൊ ഈ ഡാൻസും പാട്ടും എല്ലാം ഞാൻ ഒന്ന് ഹീൽ ചെയ്തു. പ്രത്യേകിച്ച് ഡാൻസിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെ സെൽഫ് ഹീലിംഗ്. അങ്ങനെ ഞാൻ അത് പ്രാണി ഹീലിംഗിലുണ്ട്, അങ്ങനെയൊക്കെ ക്ലെൻസിങ്ങും ഹീലിംഗും ഒക്കെ ഉണ്ട്. അതെല്ലാം അങ്ങ് പ്രയോഗിച്ചു. അവിടെ ഇരുന്ന് കുറേ ദിവസം ചെയ്തു. കൂടാതെ ഞാൻ ഒരുപാട് ക്ഷമാപണമൊക്കെ നടത്തി, യൂണിവേഴ്സിനോട് ക്ഷമാപണമൊക്കെ നടത്തി. അന്നൊക്കെ ഞാൻ യൂണിവേഴ്സിന് ഞാൻ മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത്, മെഡിറ്റേഷൻ ചെയ്തിരുന്നത്. അപ്പൊ അതൊക്കെ ചെയ്തു. അങ്ങനെ ജനുവരി 8 ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി, തിരിച്ചു വന്നു. തിരിച്ച് ജനുവരി 8 വന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലെ വാർഷികം ഉണ്ടാകും.
അന്ന് കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞ ആ ഫംഗ്ഷനാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ മാത്രം ഒന്നിനും പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ അവിടെ ഇല്ലാഞ്ഞായിരുന്നു. അപ്പൊ എന്നെ ഒരു ഫ്രണ്ട്, അതിനകത്തുള്ള ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, രാധ മാത്രം ഒന്നിനകത്തും പങ്കില്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിന് എനിക്ക് സമയം പ്രാക്ടീസ് ചെയ്യാനും ഒന്നിനും പറ്റിയില്ല, എല്ലാവരുടെ കൂടെയും ചെയ്യാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനല്ല, ഏതെങ്കിലും ഒന്നിൽ പങ്കെടുക്കണം എന്നല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു സ്കിറ്റ് ഉണ്ടാക്കാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ നോക്കാം എന്നും പറഞ്ഞ് പുള്ളിക്കാരി ഒരു സ്കിറ്റ് ഉണ്ടാക്കി ഓഡിയോസും എല്ലാം ക്ലിയർ ആക്കിയിട്ട് എൻ്റെ വീട്ടിൽ വന്ന്, അതൊരു ഡാൻസ് ആയിരുന്നു, ഒരു കോമഡി ഡാൻസ് ആയിരുന്നു. അത് ഞാൻ വേഷം കെട്ടി ആദ്യമായിട്ട്, അതാ ഞാൻ പറയുന്നത്, ആ ഹീലിംഗ് കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്ന ഉടനെ ചാൻസ് വരുക. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു ഡാൻസ് കളിച്ചു. അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ഇത്രയൊക്കെ അഭിനയിക്കാൻ അറിയാമായിരുന്നു, ഇത്രയും നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാമായിരുന്നു എന്ന് വെച്ചാൽ. അന്ന് എനിക്ക് 64 വയസ്സാണ്. ആ സമയത്ത് അത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും ഹീൽ ചെയ്ത് ക്ലിയർ ആയതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം എനിക്ക് തോന്നി ഒരു വേഷം കിട്ടണം, എല്ലാ ബ്ലോക്കുകളും കളയണം എന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് വേഷം കിട്ടി ഒന്ന് കളിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ എന്നെ ഇവിടെ സഹായിക്കാൻ വരുന്ന കുട്ടി ഞാൻ അതിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു ഡാൻസ് കളിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എൻ്റെ ഉദ്ദേശം ഇതാണ്, ക്ലെൻസിങ് പൂർണ്ണമാകണം, ആ ബ്ലോക്കുകളെല്ലാം മാറി എനിക്ക് ഉറപ്പ് വരുത്തണം, അതിനാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ, സ്റ്റെപ്പൊക്കെ കാണിച്ചു, ഒരു പാട്ടെടുത്തിട്ട് നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് അങ്ങനെ ആ കുട്ടിയുടെ സഹായത്താല് കുറെ സ്റ്റെപ്പുകളൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ആ വർഷത്തെ വാർഷികത്തിന് 64-ാം വയസ്സില് ഞാൻ വേഷം കെട്ടി ഡാൻസ് കളിച്ചു. എല്ലാവർക്കും വണ്ടറായി പോയി, കാരണം ഈ പ്രായത്തെ അങ്ങനെ ആരും തുനിയില്ലല്ലോ. അങ്ങനെ വേഷം കെട്ടി ഞാൻ ആ ഡാൻസ് സെമി ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് കളിച്ചു. അത് ഞാൻ പിന്നെ 2-3 സ്റ്റേജിൽ, വലിയ സ്റ്റേജിൽ, യൂണിവേഴ്സിറ്റി U3 ഫംഗ്ഷനിലൊക്കെ 100-400 പേര് വരുന്ന സ്റ്റേജിലൊക്കെ കളിക്കാൻ നിർബന്ധിതയായി ഞാൻ കളിച്ചു. അത് ഒരുപാട് അപ്രീസിയേഷനും കിട്ടി. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ 64-ാം വയസ്സിലാണ്. ഇപ്പൊ എനിക്ക് 67 വയസ്സായി. ഈ പ്രായത്തില് എനിക്ക് ഒരു ദിവസം എനിക്ക് തോന്നി, മോഹിനിയാട്ടം കൂടെ ഒന്ന് ആ വേഷമൊക്കെ ഇട്ടൊന്ന് കളിക്കണമല്ലോ എന്നൊരാഗ്രഹം. ഞാൻ തന്നെ വിചാരിച്ചത് കുറച്ച് അഹങ്കാരമല്ലേ എന്ന് വിചാരിച്ചു. എങ്കിലും ഞാനത് പ്രാർത്ഥിച്ചിട്ട് മെഡിറ്റേഷൻ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തപ്പം പെട്ടെന്ന് എൻ്റെ മുന്നില് ഭരതമുനി പ്രത്യക്ഷപ്പെട്ടു. ഭരതമുനി ആണെന്ന് നമുക്ക് ഒരാൾ വരുമ്പോ നമുക്കറിയാം, എന്തോ അവരൊരു ആശയം നമുക്ക് തരും അവരാരാണെന്ന്. അപ്പോഴേ എനിക്ക് അത്ഭുതമായി പോയി. ഞാൻ ഭരതമുനിയെ നേരിട്ട് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മള് ഭരതനാട്യത്തിന്റെ നാട്യാചാര്യനാണല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഡാൻസറാണ്, വളരെ ക്യൂട്ടായ ഒരു ഡാൻസർ. പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിന് സ്വല്പം വയറുണ്ടായിരുന്നു, പൊക്കം, ഒരുപാട് പൊക്കം കുറവാണെന്ന് നമുക്ക് പറയാം. ഒരുപാട് പൊക്കം കുറവില്ല, ഒരു 5 അടി, ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് അത്രയൊക്കെ ഉള്ളൂ പൊക്കം. 5.5 അടി കൂടുതലില്ല, അത്രയും ഒരു പൊക്കേ ഉള്ളൂ. നിറവും ഇച്ചിരി കുറവാണ്. അപ്പൊ ഇങ്ങനെ ഒരാളാണ് അദ്ദേഹം എന്ന് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ. അദ്ദേഹം ഒരു ചെറിയ പുഞ്ചിരി എനിക്ക് തന്നിട്ട് അങ്ങ് അപ്രത്യക്ഷനായി. അപ്പൊ ഞാൻ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു, കാണാൻ പറ്റിയല്ലോ എന്ന്. വയറൊക്കെ ഉണ്ട്, അതാണ് ചിരി വരുന്നത്. നമുക്ക് അത്ഭുതം വരും. ഇദ്ദേഹമാണ് ഭരതമുനിയാണ്. കറുത്ത നിറവാണ്, നിറം കറപ്പല്ല, ഒരു ഇരുനിറമാണ്. എനിക്ക് അത്ഭുതമായി പോയി. ഇദ്ദേഹത്തിന് ഒരിക്കലും തോന്നുന്നില്ല ഒരു ഡാൻസർ ആണ് എന്ന് തോന്നില്ല. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയങ്കര തേജസ്സാണ്. ഇതൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ മുഖമൊക്കെ ഭയങ്കര നമുക്ക് ക്യൂട്ടായിട്ട് തോന്നും, കണ്ണൊക്കെ നല്ല ഇതായിട്ട് തോന്നും. ചെറിയ കണ്ണൊക്കെയാ. എന്നിട്ട് എന്നെ ഒരു ചെറിയൊരു പുഞ്ചിരി വന്നിട്ട് അപ്രത്യക്ഷമായി. അതിന്റെ പിറ്റേ ദിവസം എന്നെ വേറൊരു ഡാൻസിന് വേണ്ടി ഒരുക്കാനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വിളിച്ച ആൾ എന്നെ വിളിച്ചിട്ട് പറയാ, മാഡം പറഞ്ഞില്ലായിരുന്നോ മോഹിനിയാട്ടം കളിച്ച നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നിട്ട് എന്തേ അത് കളിക്കാത്ത എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ കൊച്ചിലെ ഒന്നും പഠിച്ചിട്ടില്ല, ആഗ്രഹം പറഞ്ഞേ ഉള്ളു അന്ന്. അതൊരു വിടുവ പോലെ ഞാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടു. അന്ന് ഒരുക്കൊണ്ടിരുന്നപ്പം വേറെ ആരോടാ ഞാൻ പറഞ്ഞത്, അത് അദ്ദേഹം കേട്ടു. അദ്ദേഹം എന്നെ വിളിക്കുക ചെയ്യുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാം മോഹിനിയാട്ടം. അപ്പൊ അദ്ദേഹത്തിന് ഒരു 10-71 വയസ്സുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് പിള്ളേരെയൊക്കെ പഠിപ്പിക്കാറില്ല, ഞാൻ പഠിപ്പിക്കാം, മാഡത്തിനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ഇന്നടത്ത് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയൊന്നും ദൂരം വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര എളുപ്പമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എന്നാ ഞാൻ അങ്ങോട്ട് വരാം, ടൗണിൽ തന്നെയല്ലേ വീട്, ഞാൻ വരാം എന്ന് പറഞ്ഞു. എന്ത് പറയാൻ, അദ്ദേഹം ഇങ്ങ് വന്നു. എന്നിട്ട് പറയാം എനിക്ക് പൈസ ഒന്നും വിഷയമല്ല, ഞാൻ പഠിപ്പിക്കാം, എനിക്ക് 1 രൂപ പോലും തന്നില്ലേലും കുഴപ്പമില്ല, ഞാൻ പഠിപ്പിക്കാവുന്ന അങ്ങനെ ഒരാൾ ഇങ്ങോട്ട് പറയാന്ന് പറഞ്ഞാൽ അതൊരു വണ്ടറല്ലേ. പക്ഷെ ഞാൻ അങ്ങനെ പോലും ഇൻട്രസ്റ്റ് അദ്ദേഹത്തിനായിരുന്നു എന്നെക്കാട്ടിലും. അങ്ങനെ അദ്ദേഹം വന്നിട്ട് 3-4 പാട്ടിൽ സെലക്ട് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു. ഞാനൊരു പാട്ടെടുത്തു. അത് ഭംഗിയായിട്ട് അദ്ദേഹം പല ദിവസവും അദ്ദേഹം വീട്ടിൽ വന്ന് എന്നെ പഠിപ്പിച്ചു. എന്നിട്ട് എനിക്ക് വേണ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം കൊണ്ടെത്തന്ന് എന്നെ ഒരുക്കാനും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ ഒരു കഷ്ടിച്ച് 1 മാസം കൊണ്ട് അതിനകത്ത് തന്നെ കുറെ ദിവസം എനിക്കൊരു ടൂറൊക്കെ വന്ന് നഷ്ടപ്പെട്ടു. ഇത്രയും ദിവസം കൊണ്ട് എന്നെ പഠിപ്പിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന് തന്നെ ഫങ്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ തന്നെ ഒരു സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനകളിൽ കളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിരസിക്കാൻ പറ്റില്ലല്ലോ, എന്നെ പഠിപ്പിച്ച ഗുരുവല്ലേ. അപ്പൊ ഞാൻ മനസ്സില്ലാ മനസ്സോടെ പേടിയോടുകൂടി സമ്മതിച്ചു. അങ്ങനെ ഞാനത് കളിച്ചു. അത് എല്ലാവരും അപ്രീസിയേഷൻ ഉണ്ടായപ്പം ഒരു സമാധാനമായി, ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഞാൻ ഇപ്പം 3 പ്രാവശ്യം കളിച്ചു, 3 ഹാളുകളിൽ കളിച്ചു. കഴിഞ്ഞ ദിവസം ആയിരുന്നു ഞങ്ങളുടെ വാർഷികത്തിനും കളിച്ചു. അപ്പൊ അതൊക്കെ വലിയൊരു അനുഭവമാണ്. കാരണം നമ്മളെ ഹീല് ചെയ്തത് കറക്റ്റ് ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഏത് കർമ്മക്കണക്കും ഇങ്ങനെയൊക്കെ ഹീല് ചെയ്യാം, ഒരു വലിയ സത്യമാണ്. പലരോടും ഞാൻ പലരുടെയും അങ്ങനെ ചെയ്യും. ഞാനിങ്ങനെ മോന്റെയൊക്കെ കർമ്മക്കണക്കും അങ്ങനെ പലരുടെയും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പ്രാണി ഹീലിംഗുകാരുടെ. അതിനകത്തൊക്കെ ഞാൻ പറയും ഇതെല്ലാം ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ പ്രാണി ഹീലിംഗിന്റെ സാറാണേലും അദ്ദേഹം ഒരു മഹായോഗിയാണെന്നാണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പല ക്ലാസ്സുകളും വെക്കും. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ESP ക്ലാസ് ഒക്കെ വെക്കും. അങ്ങനെ ക്ലാസ് ഒരിക്കൽ വെച്ചപ്പം അദ്ദേഹം നമ്മളോട് പറയും ഇന്നത് കാണണം, ഇന്നതെന്ന് പറയുമ്പം എനിക്കിതെല്ലാം അപ്പൊ കാണാൻ പറ്റും. അതൊരു നീല പ്രതലത്തിൽ എനിക്കിതെല്ലാം കാണാം. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് അത് കാണുന്നത്. ഞാനിത് പറഞ്ഞു വന്നപ്പം അവസാനം അദ്ദേഹം പറഞ്ഞു എല്ലാം പറഞ്ഞ ഒരാൾക്ക് ഞാൻ എന്തേലും കൊടുക്കണ്ടേന്ന് പറഞ്ഞു പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് എനിക്ക് തന്നു. എനിക്ക് ഭയങ്കര വണ്ടറായിപ്പോയി. കാരണം എന്റെ വിചാരം എല്ലാവർക്കും ഇത് കാണാൻ പറ്റുമെന്നാ. അപ്പൊ അങ്ങനെ എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അത് കുറെ വർഷങ്ങളായി. ആ ക്ലാസ്സിൽ എന്റെ മോനും ഉണ്ട്, മോന്റെ ഫ്രണ്ട് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ESP അനുഭവം ഉണ്ട്. പിന്നീട് ഇപ്പോഴും സാർ ESP ക്ലാസ് വെക്കുമ്പോ എനിക്കെല്ലാം കാണാൻ പറ്റും. ഒരു ഓറ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കഴുത്തില് പാമ്പിനെ കണ്ടു ഞാൻ. അപ്പൊ അതൊരു ഓറ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ നോക്കുമ്പോ അദ്ദേഹത്തെ കാണുന്നത് ഒരു പാമ്പ് ചുറ്റിയ കഴുത്താണ്. എന്നിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ ചെന്ന് ചോദിച്ചു നിങ്ങൾ ശിവനെയാണോ ഓർത്തതെന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു. അതെ, ഞാൻ ശിവനെ ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണല്ലോ എന്ന് ഞാൻ രണ്ടാമത് എഴുന്നേറ്റ് എന്ന് ചോദിച്ചു. താങ്കള് ക്രിസ്ത്യാനിയല്ലേ എന്ന് ചോദിച്ചു. അതെ, പക്ഷെ ഞാൻ 2 വർഷമായിട്ട് ശിവനെയാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടു. പിന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് അടുത്തയാളെ നിർത്തിയപ്പം അത് വേറെ ഏതോ കളറ് കാണുന്നതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കാണുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ യേശുവിനെയാണ് കാണുന്നത്. അതൊരു ഹിന്ദുവാണ്, ഒരു ഹിന്ദുവാ ആ പുള്ളി. നമ്മുടെ ക്ലാസ്സിലുള്ള പഠിക്കുന്ന ഒരാളാണ്, പ്രാണി ഹീലിംഗ് പഠിക്കുന്ന. അദ്ദേഹത്തിന്റെ നെഞ്ചില് ഞാനൊരു യേശുവിന്റെ രൂപം കാണുന്നത്. അത് യേശുവിന്റെ നല്ല സുന്ദരമായ ഒരു രൂപം ഉണ്ടല്ലോ, ഹൃദയത്തിൽ നിന്ന് പ്രകാശം വരുന്ന ഒരു രൂപം, അതാണ് കാണുന്നത്. തലയിലാണേലും ഒരു മാലാഖ, ഒരു കുഞ്ഞു മാലാഖ, ഒരു കൊച്ചു കുഞ്ഞിന് ചിറക് വെച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു മാലാഖയെ ഞാൻ കാണുക ഇദ്ദേഹത്തിന്റെ തലയുടെ മുള്ളിലും ഈ ഹൃദയത്തിലും. ഞാനപ്പോ അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് ചോദിച്ചു നിങ്ങൾ യേശുവിനെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ 8 വർഷമായിട്ട് അതിലാണ് വിശ്വസിക്കുന്നത് എന്ന്. അതൊരു ഹിന്ദുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പേടിക്കണ്ട, യേശു കൂടെ ഉണ്ട്, ഒരു മാലാഖയും കൂടെ ഉണ്ട്, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. വിശ്വസിച്ചോന്ന് എനിക്കറിയത്തില്ല. പിന്നീട്
എങ്കിലും ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് കേട്ടപ്പോ അത്ഭുതം തോന്നി. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട്. ഇതുപോലെ സാർ ഓരോന്ന് കാണാൻ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാഡം, ഈ ESP എന്ന് പറയുന്നത് ഇത് ഇൻബിൽഡ് ആണോ അതോ നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെ പ്രാക്ടീസ് ചെയ്യാം? അതിന് പ്രാക്ടീസ് ഉണ്ട്. തേർഡ് ഐ ആക്ടിവേഷൻ പ്രാക്ടീസ് ഉണ്ട്. പ്രാണി ഹീലിംഗിലും ഹിപ്നോട്ടിസത്തിലും ഒക്കെ അതിന്റെ ക്ലാസ് സാർ തരാറുണ്ട്. തേർഡ് ഐ കൂടെ ആണോ കാണുന്നത് ഇതെല്ലാം? തേർഡ് ഐ കൂടെയാണ് കാണുന്നത്. നമ്മള് ആദ്യം കണ്ണിങ്ങനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ കണ്ണ് അടയ്ക്കുകയും ചെയ്യും. അടച്ചാലാണ് എനിക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടുന്നത്. ഞാൻ അടയ്ക്കും. അല്ലെങ്കിൽ കണ്ണിങ്ങനെ കുഞ്ഞാക്കിയിട്ട് നോക്കിയാലും കാണും. ചിലപ്പോ അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഞാൻ കണ്ണടച്ച് നോക്കും, എനിക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. അവരെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കണ്ണടയ്ക്കും. അപ്പൊ എനിക്ക് അവരുടെ അതിപ്പോ രേഖയിലും അങ്ങനെയാണല്ലോ, നമ്മൾ ചക്രങ്ങൾ നമ്മൾ തന്നെ നോക്കി അതിനകത്ത് കണ്ണ് കുഞ്ഞായിട്ട് നോക്കിയാലും കാണാം. കണ്ണിങ്ങനെ ഇങ്ങനെ ഇറുത്തി പിടിച്ചിങ്ങനെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പറ്റിയില്ലെങ്കിൽ കണ്ണടച്ച് ആ രൂപം മനസ്സിൽ വെച്ചിട്ട് കണ്ണടച്ചാൽ എനിക്ക് കൃത്യം എല്ലാം സൂക്ഷ്മ ബോഡി കാണാൻ പറ്റും. അങ്ങനെ കാണാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓറയുടെ കളറ് സാറ് പറഞ്ഞു ചേഞ്ച് ചെയ്യുന്ന കളറ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ഒരു പാട്ട്, അത് നമ്മുടെ ടെസ്റ്റ് ക്ലാസ്സിനകത്തെ ഓരോ കാര്യങ്ങളാ. അത് വെച്ചിട്ടാണ് എല്ലാരും കാണുന്നത്. കുറെ പേർക്ക് കാണാൻ, എനിക്ക് മാത്രമല്ല പലർക്കും പലതും കാണാൻ പറ്റും. എല്ലാം കാണാൻ പറ്റിയെന്നിരിക്കുക, അല്ലെങ്കിൽ എല്ലാം കാണാം. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ എല്ലാം തന്നെ സാറ് കാണിച്ചു, സാറ് പറഞ്ഞു എല്ലാം തന്നെ കണ്ടു. ഒക്കെ ദൈവാധീനം എന്നല്ലാതെ എന്നാ പറയാനാ, അത് തേർഡ് ഐ ആക്ടിവേഷൻ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാറിന് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. സാർ ഒരു ദിവസം പറഞ്ഞു, ഞാൻ മന്ത്രം തരാം, നിങ്ങൾ കുറച്ച് ലെവൽ എത്തിയിട്ടുണ്ട്, കുണ്ടലിനി അനാഹതത്തിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു മന്ത്രം തരാം. ഞാൻ മന്ത്രം ചൊല്ലി അരമണിക്കൂറെങ്കിലും ആ മന്ത്രം മാത്രം ചൊല്ലി ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആള് പറഞ്ഞു തന്നെ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ. അങ്ങനെ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നു. അതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ, ഒരു ശ്വാസം നിലയ്ക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായല്ലോ. ഒരു 2024 ജൂണിലാ സംഭവിച്ചത്. ജൂൺ 21 സംഭവിച്ചത്. അത് ഞാനിങ്ങനെ രാവിലെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് എന്റെ കഴുത്തെല്ലാം ഇങ്ങനെ മേലോട്ട് പോവുക, താഴോട്ട് പോവുക, എന്റെ കൈയൊക്കെ നിവരുക, നേരെ ഇരിക്കുക, അങ്ങനെയൊക്കെ കുറേ ബോഡി അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കഴുത്ത് ഇങ്ങനെ മേളിലോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് ഇങ്ങനെ വന്ന് ഈ താടി ഇപ്പൊ എനിക്ക് അങ്ങനെ മുട്ടിക്കാൻ മേല, അത്രയും വന്ന് മുട്ടിക്കുക. അങ്ങനെ കുറെ സംഭവങ്ങൾ. പിന്നെ വയറിനകത്ത് ഈ ഒരു പൊക്കിളിന്റെ ഭാഗത്ത് അങ്ങ് കുടലെല്ലാം മറിയുന്ന പോലെ, ഇളകുന്ന പോലെ ഒരു വല്ലാത്ത ഒരു കുഴാമറിച്ചില് ഭയങ്കരമായിട്ട്. അതിനിടയ്ക്ക് ഒരു ചൂടും, താഴോട്ട് ചൂടോ എന്തൊക്കെയോ, എന്താന്ന് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു വല്ലാത്തൊരു അവസ്ഥ വന്നു. അതിനുശേഷം ഈ കഴുത്ത് ഇങ്ങനെ അങ്ങ് താന്നു. പിന്നെ ശ്വാസം ചടപടേന്നായി, ഭയങ്കര സ്പീഡിലായി ശ്വാസം. ആ ശ്വാസം, ഈ വയറിന്റെ ബഹളവും ഈ ശ്വാസം എല്ലാം കൂടെ അങ്ങ് സ്പീഡിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ശ്വാസം അങ്ങ് പതുക്കെ 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 ആയിട്ട് മാറിയിട്ട് പിന്നെ ശ്വാസം ഇല്ല. ഒട്ടുമില്ല. എനിക്കറിയാം ശ്വാസം ഇല്ലാന്ന് എനിക്കറിയാം. അതിനോടൊപ്പം തന്നെ എൻ്റെ തല മുഴുവനും വയലറ്റ് കളർ. വയലറ്റ് ആണോ വെച്ചാൽ നമുക്ക് വയലറ്റിനോടാണ് എനിക്ക് ഉപമിക്കാൻ പറ്റുന്നത്. ഒരു പ്രത്യേക ഒരു തിളക്കമുള്ള ഒരു കളറ്, ഒരു വയലറ്റോ പിങ്കോ എല്ലാം കൂടെ കലർന്ന ഒരു നല്ല സുന്ദരമായ കളറാ. അത് തല മുഴുവനും ഒക്കെ പ്രകാശം കൊണ്ട് അങ്ങ് നിറഞ്ഞു പ്രകാശിക്കുക തല മുഴുവനും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ ശ്വാസം ഇല്ലാതെ ഇരിക്കുക. കുറേ നേരം അങ്ങനെ ഇരുന്ന്. എനിക്കറിയാം ശ്വാസം ഇല്ലാന്ന്. എനിക്ക് അനങ്ങാനും പറ്റുന്നില്ല. കഴുത്തൊക്കെ തന്നെത്താനെ നേരെയായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാനൊന്നും ചെയ്യുന്നതല്ല, എല്ലാം അങ്ങനെ സംഭവിക്കുന്ന. ഈ നാക്ക് മേളിലോട്ട് പോയി, നാക്കിങ്ങനെ അറിയാതെ മേളിലോട്ട് വളഞ്ഞു അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിതെല്ലാം ഇങ്ങനെ സാക്ഷിയെ പോലെ കണ്ടുകൊണ്ടിരിക്കുക, അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് കഴിഞ്ഞ് കുറേ നേരം, അത്രയും നേരം എനിക്ക് തോന്നുന്നത് വെളിയിലാണെ നമുക്ക് ചത്തുപോകും, അതുപോലെ ശ്വാസം ഇല്ലാതിരുന്നാല്. ഇത് ഒരു 3/4 മണിക്കൂറാണ് എടുത്തത് എല്ലാം കൂടെ. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, ഇതെന്താ ഇങ്ങനെ എന്ന്. എനിക്ക് എന്നാന്ന് അറിയത്തില്ല, ഇതിനെപ്പറ്റി ഒരു ഐഡിയ പോലും ഇല്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഈ ശ്വാസം പതുക്കെ വരാൻ തുടങ്ങി. അതിനോടുകൂടി വേറൊരു അത്ഭുതം സംഭവിച്ചതെന്ന് വെച്ചാൽ അതിശക്തമായ, അതിസുന്ദരമായ, അതിദിവ്യമായ ഒരു സ്നേഹം എന്നിലേക്ക് അങ്ങ് നിറയുക.
അയ്യോ അത്രയും സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ലേ. എൻ്റെ അമ്മയുടെ സ്നേഹം പോലെ എനിക്ക് കൊച്ചിലെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണേലും അമ്മയ്ക്ക് അങ്ങനൊന്നും അറിയില്ലായിരുന്നു. അത്രയും ഒരു സ്നേഹം എനിക്ക് അമ്മയുടെ സ്നേഹത്തോടെ ഞാൻ ഈ സ്നേഹത്തെ സച്ചിത്താനന്ദം എന്ന് പറയുന്നത്. എന്താണെന്നറിയില്ല, ഒരമ്മയുടെ സ്നേഹം എന്നാ ഞാനിപ്പം ഒരു ചെറിയ ബൊമ്മ പറയുന്നത്. അതിന്റെയൊക്കെ 4 ഇരട്ടി സ്നേഹമാ എന്നിലേക്ക് അങ്ങ് നിറയും. ഞാനങ്ങ് പൊട്ടി കരഞ്ഞു പോവാ. നമുക്കറിയാലോ ഒരാള് സ്നേഹത്തോടെ നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ അറിയാതെ കരയുമല്ലോ. അതുപോലെ ഞാനങ്ങ് ശരിക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞു കുറെ നേരം കരഞ്ഞിട്ട് എനിക്ക് മതിയാവുന്നില്ല. ആ സ്നേഹം അങ്ങ് എന്നിലങ്ങ് നിറയുക. എനിക്ക് തോന്നുന്ന പ്രപഞ്ച മാതാവിന്റെ സ്നേഹമാണെന്നാണ് ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അവിടെ വേറെ ഒരു രൂപമോ അങ്ങനെ ഒന്നും ഞാൻ കാണുന്നില്ല. സ്നേഹം അനുഭവിക്കുക. എന്തോ ഒരു അതിശക്തമായ സ്നേഹമാണ് അത്. ഞാൻ അനുഭവിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ എന്താ ഞാൻ ഏത് ലോകത്തായിരുന്നു, എന്തൊരു അനുഭവമായിരുന്നു എന്ന്. എനിക്ക് പക്ഷെ ഇതിനെപ്പറ്റി ആരോടും ചോദിക്കാനില്ലായിരുന്നു. ആരോടും ചോദിക്കാനില്ല. അവസാനം ഞാൻ എനിക്ക് ഉടനെ തന്നെ US പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ അത് അങ്ങ് വിട്ടു, അതങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ 1 കൊല്ലം കഴിഞ്ഞാണ് ഈ ദേവരാജൻ മാഷിന്റെ സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റി അങ്ങനെ അനുഭവം. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി 1 കൊല്ലം മുമ്പ്. അതിനുശേഷം എനിക്ക് കുറെ മാനസികമായ മാറ്റങ്ങളൊക്കെ വന്നു. എല്ലാവരോടും സ്നേഹം, ആരെന്നാ വിളിച്ചാലും എനിക്ക് വെറുപ്പൊന്നും തോന്നാറില്ല. ആരെയും ദേഷ്യപ്പെടാനോ ശപിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അവര് നെഗറ്റീവായിട്ട് എനിക്ക് ചിന്തയെ അവരോട് വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ ആരോഗ്യം ഒത്തിരി മെച്ചപ്പെട്ടു. എനിക്ക് കുറച്ച് ബോഡിയിലൊക്കെ കുറച്ച് നീർക്കെട്ടുകളും ഈ ചിക്കൻ ഗുനിയ വന്നതാ എനിക്ക്. അപ്പൊ അതിനുശേഷം അവിടെ ഇവിടെയൊക്കെ നീർക്കെട്ടുകളും ഒക്കെ വരുമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം അതെല്ലാം അങ്ങ് പോയി. പിന്നെ എനിക്ക് ആരോഗ്യപരമായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓക്കെ ആയി. അതിനു മുമ്പ് പലപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഒരുപാട് തിരുമ്മലൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല, വലിയ ക്ഷീണമൊന്നുമില്ല. അങ്ങനെ ഒരു ആരോഗ്യപരമായും ഗുണം ചെയ്തു, മാനസികമായും ഗുണം ചെയ്തു. അങ്ങനെ ഒരുപാട് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ എന്തോ നന്മയാണ് സംഭവിച്ചതെന്നറിയാം, ഇത് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ ദേവരാജ മാഷിനെ വിളിച്ചപ്പോ പറഞ്ഞു ഇതൊക്കെ മഹായോഗികൾക്ക് സംഭവിക്കുന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന്റെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇടിവെട്ടുന്ന നാദമുണ്ട്, അങ്ങനെ ഒരു മിന്നല് പോലെ. എനിക്ക് ഇതൊന്നും സംഭവിച്ചില്ല. എല്ലാം എനിക്ക് ഇങ്ങനെ ഇത്രേ എനിക്ക് സംഭവിച്ചുള്ളൂ. വയറിനകത്തൊരു പ്രശ്നവും ഈ ഒരു ലൈറ്റും കഴുത്തിന്റെ അത് സംഭവിച്ചു. അപ്പൊ നിങ്ങൾ ഒത്തിരി കാലമായില്ലേ ഇത് ചെയ്യുന്നു, പതുക്കെ ഒരു പൂ വിടരുന്നത് പോലെ പതുക്കെ എല്ലാം നിങ്ങളുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആയതാ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറെ ടൈം എടുക്കുന്നേ ഉള്ളൂ. അതെല്ലാം നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഇത് മഹായോഗികൾ കിട്ടുന്ന മഹാഭാഗ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന തന്നെ ചെയ്താൽ മതി, അതുകൊണ്ട് റിസൾട്ട് കിട്ടിയല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ ഞാനും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആഗ്രഹിച്ചത് തന്നെ അതാണ്. ഞാൻ അന്ന് ഇത് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ കരഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, എനിക്കും കുണ്ടലിനി ഉയരണം എന്ന് ആഗ്രഹമുണ്ട് ഭഗവാനെ, എനിക്കത് സാധിക്കുമോ, എനിക്ക് മോക്ഷം കിട്ടുമോ, എനിക്ക് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം. മെഡിറ്റേഷൻ ഇരുന്ന് മരിക്കണം, അങ്ങനത്തെ കുറെ പ്രാർത്ഥനകൾ ഞാൻ എന്നും ചെയ്യാറുണ്ട്. എനിക്ക് വെറുതെ എല്ലാവരും മരിക്കുന്ന പോലെ മരിക്കാൻ പറ്റത്തില്ല, എനിക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് എനിക്ക് മരിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഇത് ഒരു സമാധി പോലെയാണ് എന്നൊക്കെ ദേവരാജൻ മാഷ് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അങ്ങനെ ഒരു വലിയ ഭാഗ്യം, മഹാഭാഗ്യം എനിക്കുണ്ടായി ദൈവത്തിൽ. ഒരുപാട് സന്തോഷം. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് മാഡം. കാരണം എല്ലാ പരമ്പരകളുടെയും ക്രിയകളുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ ഒരു കണക്ഷനാണ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. അപ്പം മാഡത്തിന് അത് ഓൾറെഡി കിട്ടിയ സ്ഥിതിക്ക് ഇനി വേറെ ഒരു പരമ്പരയിലേക്കോ ക്രിയയിലേക്കോ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ദേവരാജ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുമില്ല, അതുകൊണ്ട് വിഷമം എനിക്കുണ്ട്. അത് വൺ ടൈമേ ഉള്ളൂ. വൺ ടൈം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ആർ കണക്റ്റഡ്. നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആയി. പിന്നെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആ ഒരു വേ ഓഫ് ലിവിങ് തുടർന്നാൽ മതി. അതാണ് ആ സുഖം നമ്മൾ ഇന്നും ആഗ്രഹിക്കും. അത് തുടർന്നാൽ മതി. നമ്മളുടെ ആ ഒരു വേ ഓഫ് ലിവിങ് തുടർന്നുകൊണ്ട് പോയാൽ മതി. വേറൊരു കാര്യം ചോദിക്കട്ടെ മാഡം, ഈ മന്ത്രദീക്ഷ ഗുരു തന്നെന്ന് പറഞ്ഞില്ലേ, ചെവിയിലെന്തോ മന്ത്രദീക്ഷ, അതിനുശേഷമാണോ ഇതുണ്ടായത്?
അതിനുശേഷമാണ്. അതിനുശേഷം അതിനുശേഷമാണ്. പക്ഷെ ഞാൻ ആ മന്ത്രം എന്നും ഒന്നും ചൊല്ലാൻ പറ്റാറില്ലായിരുന്നു, പലപ്പോഴും മുടങ്ങാറ്. അത് ഇൻബിൽഡ് ആണ്, അജപജപമായിട്ട് അത് വർക്ക് ചെയ്തോളും. ചൊല്ലിയില്ലെങ്കിലും അത് വർക്ക് ചെയ്തോളും. അതാണ് പുള്ളി തന്നത്. അദ്ദേഹം തന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നു, അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോകുമ്പോ അദ്ദേഹം പറയുന്നു, എന്റെ കുണ്ടലിനി സഹസ്രാരത്തിലുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്ഭുതത്തോടെ ഞാൻ കേട്ടോണ്ടിരിക്കും. എന്റെ സഹസ്രാരത്തിലുണ്ട്. ഇപ്പം പിന്നെ അദ്ദേഹം പറയുന്നത് സതോ രജോ തമോ 3 0 ആകണം എന്നാ. സതോ മാത്രം ഉള്ളത് നല്ലതായിരുന്നു എന്റെ ധാരണ. പക്ഷെ അങ്ങനല്ല, 3 0 ആകണം. 3 0 ആയാൽ സമാധിയായി. 3 0 അല്ല, സമാധിയൊന്നും ആവില്ല, അത് 0 ആകണം, എന്നാലേ നിങ്ങൾക്ക് സമാധിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് ഉയർന്ന അവസ്ഥയിൽ എത്തണം, ഇത് 3 ഇല്ലാതാകണം, സതോ രജോ തമോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏതാണ്ട് അതുപോലെയൊക്കെ ആകുന്നുണ്ട്, ആ മന്ത്രം ചൊല്ലിക്കോളൂ എന്ന് എന്നോട് പറയും. അപ്പൊ ഞാനിപ്പം അത് ചൊല്ലാറുണ്ട്. അത് ആജ്ഞയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെല്ലാൻ പറയും. അപ്പൊ അത് വലിയൊരു അനുഗ്രഹമാണ് സാർ അങ്ങനെ പറയുന്നേ. പിന്നെ ഈ ഒരു അനുഭവം ഞാൻ പറഞ്ഞപ്പോ സാറ് പറഞ്ഞു, ഇപ്പം ഇടയും പിങ്കളയും സുഷുമ്നയും മുഴുവൻ മാലിന്യങ്ങളും പോയിട്ടുണ്ട് എന്ന് സാറ് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷകരമായ, വലിയ അത്ഭുതകരമായ ആ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. മിക്കതും എന്നെ കുട്ടികളുടെ ജോലിയാണേലും അങ്ങനെയുള്ളതെല്ലാം നേടിയ. എന്റെ ഇളയ മോന് വിസ കിട്ടിയത് പോലും അമേരിക്കയിൽ വരാനായിട്ടുള്ള വിസ. അവന് കുറച്ച് കടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരാഗ്രഹം, അവൻ അമേരിക്കയിൽ പോയാൽ അവന് നല്ലൊരു സ്കിൽഡാണ്, അവനാള് സ്കിൽഡാ. അപ്പൊ അവനൊരു നല്ലൊരു പോസ്റ്റ് കിട്ടും എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാനും ചെയ്തു, എന്റെ മൂത്ത മോനെ കൊണ്ടും ജയിച്ചു. അപ്പൊ രണ്ടാമത്തെ മോന് ഇതൊന്നും അങ്ങനൊന്നും ചെയ്യത്തൊന്നും ഇല്ല. പക്ഷെ അവന് ആഗ്രഹം വരുത്തി ഞാൻ. അങ്ങനെ നമുക്ക് ഈ ഹീലിംഗ് കൊണ്ട് ആഗ്രഹമൊക്കെ വരുത്താം. അങ്ങനെ ഞാൻ ഈ കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ അങ്ങനെ ആഗ്രഹം വരുത്തും. അങ്ങനെ ആഗ്രഹം വരുത്തി കുട്ടികളുണ്ടായ കേസുകളുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റും. കുട്ടികൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഇങ്ങനെ അത് എന്തേലും മാർഗമുണ്ടോ ജ്യോതിഷത്തില്? ഞാൻ പറഞ്ഞു, ജ്യോതിഷത്തില് മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാല് രാശി നോക്കിയിട്ട് കുട്ടികൾ ഉണ്ടാകാൻ യോഗമുണ്ടോ എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനിൽ കൂടെ, ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ നടക്കും. ഞാൻ ഈ പറയുന്ന പോലൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മുസ്ലിം സ്ത്രീ അല്ലേ? അത് വേറെ ഒരു കേസാ. മുസ്ലിം സ്ത്രീയുടെ വേറെ കേസാ. ഇത് ഒരു ക്രിസ്ത്യനാ. അപ്പൊ പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്നതുപോലെയൊക്കെ ചെയ്യുക. അപ്പൊ മോക്ക് കുട്ടികൾ വേണ്ട എന്നാണ് തീരുമാനം. വയസ്സ് 10-39 ആയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 40-ാം വയസ്സിൽ കുട്ടി ഉണ്ടാവും, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അവരതുപോലെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. ഭയങ്കര അത്ഭുതകരമായിട്ട് 2 മാസം അങ്ങോട്ട് എടുത്തുള്ളൂ. എന്നെ വിളിച്ചു പറഞ്ഞു, അവള് പ്രഗ്നന്റ് ആയി. എങ്ങനെ ഇത് സാധിച്ചു? അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, എന്നിട്ടും ഇത് സാധിച്ചു. അപ്പൊ അവളോട് ചോദിച്ചപ്പോ പറഞ്ഞു, അങ്ങനെ ഒരു തോന്നൽ വന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, റേക്കി കൊടുക്കുക, അപ്പൊ കുട്ടിക്ക് ഒരു പ്രശ്നവും വരികയില്ല. ഈ 40-ാം വയസ്സിലൊക്കെ ആകുമ്പോ കുട്ടിക്കൊരു പ്രശ്നം വരാൻ. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവും വരികയില്ല, ഞാൻ റേക്കി കൊടുത്തോളാം, ഒരു പ്രശ്നവും ഇല്ല, അങ്ങനെ നല്ല ഒരു മിടുക്കനായ കുട്ടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ കുട്ടി ഉണ്ടായി. അതൊരു വലിയ അനുഭവമാണ്. അത് വേറെ 1-2 അനുഭവങ്ങളുണ്ട്. എനിക്ക് മാത്രമല്ല, ഞാനൊരു 3.5 കൊല്ലത്തോളം ഗൈഡഡ് മെഡിറ്റേഷൻ നടത്തിയിരുന്നു. അതിനകത്ത് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പം അതിലൊരാള് പറഞ്ഞു, ആ പുള്ളിക്കാരിയുടെ മകൾക്ക് കുട്ടിയില്ല, ഗൾഫിലാണ്, 6-7 കൊല്ലമായി കുട്ടികളില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, ഇങ്ങനെ ഇതുപോലൊക്കെ ചെയ്യാൻ പറഞ്ഞു. അവരത് ചെയ്തു, കുട്ടിയുണ്ടായി. എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ചെയ്തു. അതിന്റെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവര് തന്നെ പറഞ്ഞു കൊടുത്ത പോലെ ചെയ്ത. അതുപോലെ തന്നെ വേറെ കേസുകളും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ ഒരു മെഡിറ്റേഷനിലുള്ള ഒരാള്, എനിക്ക് ട്വിൻസ് കൊച്ചുമക്കൾ ഉണ്ടായല്ലോ, അത് കേട്ടപ്പോ അവർക്കും ആഗ്രഹം ട്വിൻസ് വേണം. ഞങ്ങളുടെ മെഡിറ്റേഷനൊക്കെ തീർന്നു കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ വിഷ്വലൈസ് ചെയ്തിട്ട് അവരുടെ മകന്റെ ഭാര്യ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അധികം ആയിട്ടില്ല, ഇവര് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി ട്വിൻസിനെ.
അങ്ങനെ അവർക്കും ട്വിൻസ് ഉണ്ടായി. ഉം. അത് എന്നെ വിളിച്ച് ഭയങ്കര അത്ഭുതത്തോടെ പറഞ്ഞു, ഞാൻ പറയുന്ന കേട്ടിട്ടാണ് അങ്ങനെ ചെയ്തത്, അത് 100% വിജയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇനി എന്നാ വേണ്ടേ, അത് കുഴപ്പമില്ലാതെ പ്രസവിക്കും. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി, റേക്കി ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, ഞാൻ റേക്കി ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അത് നല്ല കുഴപ്പമില്ലാതെ 2 കുട്ടികൾ. അപ്പൊ ഈ റേക്കി ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൊച്ചുമക്കളാണേലും മെച്ചുവർ ആവാനും ഒക്കെ നമ്മൾ ചെയ്യും, റേക്കി ചെയ്യും. കാരണം ഒരു ട്വിൻസ് ആയതുകൊണ്ടേ പെട്ടെന്നൊക്കെ കുഴപ്പങ്ങൾ വരാതിരിക്കണമല്ലോ, നേരത്തെ എടുക്കേണ്ടിയൊക്കെ വരുമ്പോഴേ. അങ്ങനെ അതെല്ലാം ചെയ്തു. അപ്പൊ നല്ല മെച്ചുവർ ആയിട്ടുള്ള കുട്ടികളെ കിട്ടിയത്. തലമുടി കൊണ്ട് കൈയും കുടിച്ചോണ്ടാ വരുന്നത്, അത്രയ്ക്ക് മെച്ചുവറായി. കുറെ ദിവസം മുമ്പ് 60 ദിവസം മുമ്പേ എടുക്കേണ്ടി വന്നു. കാരണം ട്വിൻസ് ആയതുകൊണ്ടും അവർക്ക് തീരെ വയ്യാതായതുകൊണ്ടും എടുക്കേണ്ടിയൊക്കെ വന്നു. അത് ഈ ഡേറ്റ് വരെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രസവത്തിന്റെ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് എൻ്റെ മൂത്ത മോന് ആദ്യത്തെ ആൺകുട്ടി ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോഴേക്കും നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങും, ആൺകുട്ടിയാകണം. അങ്ങനെ ആൺകുട്ടിയാകും. രണ്ടാമത്തെ മോന്റെ ആദ്യത്തെ ആൺകുട്ടി വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ അതും വിഷ്വലൈസ് ചെയ്ത് അതും ആൺകുട്ടിയായി. പിന്നെ രണ്ടാമത്തെ പെൺകുട്ടി വേണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം എനിക്ക് ഒരു പെൺകുട്ടി ഇല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് ഒരു പെൺകുട്ടി വേണം. ഞാൻ അവരോടും പറയും വിഷ്വലൈസ് ചെയ്യുക, പെൺകുട്ടിയാകും എന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇതൊക്കെ എല്ലാം ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമ്മൾ വെളിയിൽ പറയുന്നെങ്കിലും അതിനേക്കാൾ ഉപരി ഇത് പ്രപഞ്ചത്തോടുള്ള നമ്മളുടെ ഒരു അഭ്യർത്ഥനയാണ്. പ്രപഞ്ചം അത്രയേറെ സ്നേഹമുള്ളതാണ്. നമ്മൾ പറയാൻ നോക്കിയിരിക്കുകയാണ് അനുഗ്രഹിക്കാൻ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മളാ പറയേണ്ട പോലെ പറഞ്ഞാല്, പോസിറ്റീവായിട്ട് നല്ല ഉദ്ദേശത്തോടെ പറയുകയാണെങ്കിൽ സാധിച്ചിരിക്കും. ചോദിക്കേണ്ടത് പോലെ ചോദിച്ചാൽ മതി. അത് അങ്ങനെ ഉണ്ട്. കാരണം അത് പ്രപഞ്ചം അങ്ങനെ നമ്മളെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓരോന്നിനും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളതിന് യോഗ്യരാണോ, നമ്മളുടെ അത് ആഗ്രഹം യാഥാർത്ഥ്യമാണോ, നന്മയാണോ ആണെങ്കിൽ 100% സാധിച്ചിരിക്കും. തീർച്ചയായിട്ടും സാധിച്ചിരിക്കും.